എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പം നമുക്കറിയാം വിനാഗിരി, ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുന്നതിന് മുന്നേ പറയാം. വിനാഗിരിക്ക് എന്താണ് പറയുക? വിനാഗിരി എന്ന് പറയുന്നത് അതിൻ്റെ രാസനാമം എന്താണ്? അസറ്റിക് ആസിഡാണ്. ഏതാണ്? അസറ്റിക് ആസിഡാണ് വിനാഗിരി, അസറ്റിക് ആസിഡ്. ബേക്കിംഗ് സോഡ അപ്പോൾ ഏതാണ്? അസറ്റിക് ആസിഡ്, വിനാഗിരി. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ്. അപ്പം ഇവ രണ്ടും, ഈ ഒരു അസറ്റിക് സോഡയും സോഡിയം ബൈകാർബണേറ്റും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവ രണ്ടും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ പേര് എന്താണ്? അപ്പം ആ വാതകത്തിൻ്റെ സവിശേഷതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ ഇത് രണ്ടും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമുക്കറിയാമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് കത്താൻ ശേഷിയില്ലാത്ത ഒരു വാതകമാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന വാതകമാണ്? അല്ല, ഇത് തീ കെടുത്തുന്ന വാതകമാണ്. അതെ, ഇതിന് കത്താൻ ശേഷിയില്ല, പക്ഷേ ഇത് നമ്മൾ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകമാണ്. ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അതും തെറ്റാണ്, കാരണം ഇതിന് മണമോ നിറമോ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? സഹജ, സ്ഥൈര്യ, സഹിതം, സഫലം. ഏതാണ് ഉത്തരം? ഉത്തരം സഹിതമാണ്. ഓക്കെ, ഇത് ആരുടെ അണ്ടറിലാണ്, ആരുടെ കീഴിലാണ്? തൊഴിൽ വകുപ്പിന്റെ കീഴിലാണ് സഹിതം. ഇനി നമ്മൾ സഹജ നോക്കുകയാണ്. സഹജ എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഒന്നാമത്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് തെറാപ്പിയും പിന്തുണയും സൗജന്യമായി നൽകാനുള്ള ഒന്നാണ് സഹജ. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പേരിൽ തന്നെ വേറെ ഒന്നും കൂടിയുണ്ട്. വേറൊരു ശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു ലോൺ പദ്ധതി കൂടിയാണ് സഹജ. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു ലോൺ പദ്ധതി കൂടിയാണ് സഹജ, ട്രാൻസ്ജെൻഡേഴ്സ്. ഓക്കെ, ഇനി സഫലം എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കോഴ്സാണ്. പുറത്തിറക്കിയ ഒരു കോഴ്സാണ് സഫലം. ആർക്കാണ്? സ്റ്റുഡൻസിന്, കോളേജ് വിദ്യാർത്ഥികൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ എംപ്ലോയീസിന്. ആർക്കാണ്? ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഏത്? സഫലം. എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് സഫലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരെന്താണ്? ഏതാണ്? ഉത്തരം കൈരളിയാണ്. ഇതിൽ നമുക്കറിയുന്ന ഒരു ഓപ്ഷൻ ജെമിനി ആണെങ്കിൽ എന്താണ്? ഗൂഗിളിന്റെ ഒരു AI മോഡലാണ് ജെമിനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ആണോ? അതെ, ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയുന്നു. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അതെ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നു. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ, അല്ലേ? ഒരു അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ, അത് ശരിയാണ്. അപ്പോഴാണ് അതൊരു പൂർത്തിയായിട്ടുള്ള സർക്യൂട്ടായിട്ട് മാറുന്നത്. തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ, അത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ
വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഓക്കെ, ഇത് സമതല ദർപ്പണം എന്ന് വെച്ചാൽ എന്താണ്? പ്ലെയിൻ മിറേഴ്സ് ആണ്. ഏതാണ്? പ്ലെയിൻ മിറേഴ്സ് ആണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഏതാണ്? പ്ലെയിൻ മിറേഴ്സ് ആണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. n ഈസ് ഈക്വൽ ടു 360 ബൈ തീറ്റ. തീറ്റ എന്ന് വെച്ചാൽ കോണളവ് മൈനസ് 1. n എന്ന് പറയുന്നത് 360 ബൈ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് കോണളവാണ് കേട്ടോ, മൈനസ് 1. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു തീറ്റയാണ്, കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എത്ര രണ്ട് മിറേഴ്സ് ആണ്, രണ്ട് സമതല ദർപ്പണങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം n എന്താണ്? n 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 ഈസ് ഈക്വൽ 2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 360 ബൈ തീറ്റ മൈനസ് 1. സോറി, n തീറ്റ എന്താണ്? നമ്മുടെ സമതല ദർപ്പണങ്ങളുടെ എണ്ണമല്ല, പകരം എത്ര പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് കേട്ടോ. സോറി, നമുക്ക് മാറിപ്പോയി. പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് n വരുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്ത് വരും? ഈ ഒരു 3 ഇങ്ങോട്ട് വരും. അപ്പം 4 ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 4 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 4 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 1 ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു 1 ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴാണ് നമുക്കത് 4 നാളത് ഈക്വൽ ടു 360 360 ബൈ തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? 360 ബൈ 4 വരും. എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? തീറ്റ വരുന്നത്. അപ്പോൾ ആലോചിക്കുക, എന്നോട് മാറിപ്പോയതാണ്, സോറി. എന്ന് പറയുന്നത് നമുക്ക് എത്ര പ്രതിബിംബങ്ങളുടെ എണ്ണം, എത്ര പ്രതിബിംബങ്ങൾ വേണം എന്നുള്ളതാണ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് കോണളവ്, രണ്ട് സമതല ദർപ്പങ്ങൾ വെച്ചാലുള്ള കോണളവിനെയാണ് തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉത്തരം 90 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? കാന്തശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിൻ്റെ മധ്യഭാഗത്താണോ? അല്ല. എന്താണ്? അതിൻ്റെ അഗ്രങ്ങളിലാണ് കാന്തശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഏറ്റവും കുറവാണെന്ത്? കൂടുതലല്ല, കുറവാണ് ഇവിടെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്നത്. കുറവാണ് മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന കാന്തശക്തി. ഓക്കെ, അടുത്തത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. അല്ലേ? നമുക്കറിയാലോ, ബാർ എങ്ങനെ തൂക്കിയിട്ടാൽ അത് തെക്ക് വടക്ക് കാണിച്ചിട്ടാണ് അത് എന്താണ് കിടക്കുക. ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും തമ്മിൽ പരസ്പരം ആകർഷിക്കും. അത് ശരിയാണ്. എന്താണ്? വിപരീതമാണെങ്കിൽ, വിപരീത ധ്രുവം ആണെങ്കിൽ എന്താണ്? വിപരീത ധ്രുവം ആണെങ്കിൽ, വിപരീതമാണെങ്കിൽ എന്ത് ചെയ്യും? ആകർഷിക്കും. വിപരീതം ആണെങ്കിൽ എന്ത് ചെയ്യും? ആകർഷിക്കും. ആകർഷിക്കും. ഓക്കെ, ഇനി സമാന ധ്രുവങ്ങളാണെങ്കിൽ, ഇങ്ങനെ സമാന ധ്രുവങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യും? വികർഷിക്കും. സമാനം ആണെങ്കിൽ എന്ത് ചെയ്യും? വികർഷിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? സമാന ധ്രുവങ്ങളാണെങ്കിൽ വികർഷിക്കും. അപ്പം ഇതിൽ 2ഉം 3ഉം ആണ് ശരിയാണ്. 2ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കൾ അല്ല. അത് തെറ്റാണ്. ഇത് തലതിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ വേണ്ടത്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല എന്നാണ് ഉത്തരം. ഓക്കെ, എങ്ങനെയാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ് എന്നല്ല, എല്ലാ അയിരുകളും ധാതുക്കളാണ്. കാരണം നമ്മൾ ധാതുക്കളിൽ നിന്നാണ് നമ്മൾ ഈ അയിരുകളെ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ അയിരുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ധാതു എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും എളുപ്പത്തിലും
അധികം ചിലവൊന്നുമില്ലാതെയും പെട്ടെന്ന് തന്നെ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇതാണ് നമ്മൾ അയിരുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അതെ, അതുകൊണ്ടാണ് നമുക്കതിനെ പെട്ടെന്ന് അധികം പണച്ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. ഒരിക്കലും അല്ല. അതിൽ എന്തുണ്ട്? ധാതുക്കളിൽ എന്തുണ്ടാവും? അവയിൽ മണ്ണും മറ്റ് മാലിന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. അപ്പം അതും തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ഉത്തരം ശലഭം ആണ്. ഇനി ഇതിലെ ഹൃദ്യം എന്ന് പറയുന്നത് എന്താണ്? ഹൃദ്യം പദ്ധതി എന്താണ്? കുട്ടികളിലെ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി സൗജന്യ ചികിത്സ. ഏതിനു വേണ്ടിയിട്ടാണ്? ഹൃദ്രോഗം. ഓക്കെ, കുട്ടികളിലെ ഹൃദ്രോഗത്തിന് വേണ്ടി നേരത്തെ കണ്ടെത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ഈ ആരോഗ്യ കിരണം എന്താണ്? 18 വയസ്സ് വരെ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ കൊടുക്കുന്നതാണ് എന്ത്? ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. ആർദ്രം എന്ന് പറയുന്നതോ? സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദമാക്കാനും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്താനുള്ള ഒരു പൊതുജനാരോഗ്യ ദൗത്യമാണിത് ആർദ്രം. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാനുള്ളതിന് വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്. എന്താണ്? ബ്ലീച്ചിങ് പൗഡറാണ് അതിൻ്റെ ഉത്തരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇതിനൊന്നും വേറെ എക്സ്പ്ലനേഷനൊന്നുമില്ല. എവിടെയാണ്? പൂനെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഓക്കെ, അത് ഈ പൂനെ എന്തിൻ്റെ കീഴിലാണ്? ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് എന്ത്? നമ്മുടെ പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആരാണ്? JP നഡ്ഡ ആണ് എന്ത്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നന്ദി.